ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ദേശഭക്തി ഗാനം, ഒരു എലക്യൂഷൻ, ദെൻ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ. ഇത് സ്റ്റേജ് ഇന്ത്യ പെർഫോമിംഗ് ആർട്സ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സാംസ്കാരിക രംഗത്ത് ഒരു 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. അത് കേരളത്തിലാണ്. ഇപ്പം അതും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ വിങ്ങുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു റാണി കിട്ടൂർ ചെന്നമ്മയുടെ സെൻറ്റിനറി സെലിബ്രേഷൻ ഓൾ ഓവർ ദ വേൾഡിൽ, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ പോലും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഡോക്ടർ രാജാ വാര്യർ, അദ്ദേഹം ഫോർമർ ഡയറക്ടറായിരുന്നു സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ. ജിജി കലാമന്ദിർ, അദ്ദേഹം പ്രൊഫസറാണ്, അങ്കമാലി മാസ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫിലിം ഏരിയയിലെ പ്രൊഫസറാണ്. ഇവിടെ നമുക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡയറക്ടർ, അതുപോലെ സ്മിത മാഡം, അങ്ങനെയല്ല ഒത്തിരിയും പേരുടെ ഒരു സഹകരണത്തോടാണ് ഇങ്ങനെ, അതും വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമുക്കിങ്ങനൊരു പ്രോഗ്രാം ചെയ്യേണ്ടി വന്നത്. പക്ഷേ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്, ഇത് അത്രയും ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല, കൂളായിട്ട്. ഇപ്പം നിങ്ങൾക്ക് സബ്ജക്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ടാവും ഇല്ലേ, എലക്യൂഷൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും അതുപോലെ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും. നമുക്ക് ഏകദേശം ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഒരു 1 hour ആയിരിക്കും അതിൻ്റെ ടൈം. ആദ്യം നമ്മൾ ദേശഭക്തി ഗാനങ്ങൾ അതിൻ്റെ 2 പാട്ട് പാടുന്നു, അതിനുശേഷം എലക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾ അത് കേട്ടിരിക്കുക, 1 or 2 ഇത്. അതിനുശേഷം നേരെ നമ്മൾ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ അതിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഇന്നത്തെ. അതിനുശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. 12 മണിക്കുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ പിന്നെ റാണി കിട്ടൂർ ചെന്നമ്മയെക്കുറിച്ച് ഇപ്പോൾ എലക്യൂഷനിലൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് എന്ന് വെച്ചാൽ, അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾ എന്താണ് പഠിച്ചത് അതാണ് നമ്മൾക്ക് കേൾക്കേണ്ടത്, അല്ലെ ജഡ്ജസിന് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയത്തെ, ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റേജിൻ്റെയും കൾച്ചർ മിനിസ്ട്രിയും കൂടെ ചേർന്ന് നടത്തുന്ന അത് കേരളത്തിലെ ഒരു പ്രോഗ്രാമാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ 24 വരെയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അത് ഓരോ സ്റ്റേറ്റിലും, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഡൽഹിയിലുണ്ട്, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടൊരു വലിയ ഒരു ഇവൻ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഷോർട്ട് നോട്ടീസിൽ ഇത്രയും ഒരു അവസരം, അല്ലെങ്കിൽ ഇങ്ങനൊരു നല്ല ഒരു പ്രോഗ്രാം ഇത്, അതുകൊണ്ട് തീർച്ചയായിട്ടും കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എലക്യൂഷൻ കോമ്പറ്റീഷനാണ്, 2 തലത്തിലാണ് നടത്തുന്നത്. UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ. ആദ്യം UP സെക്ഷൻ. ടോപ്പിക് എന്ന് പറയുന്നത് റാണി ചെന്നമ്മ ആൻഡ് ദ റോൾ ഓഫ് വിമൻ ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ദക്ഷിണ കെ നായർ. ഞാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഓരോ തുണ്ട് മണ്ണിലും ധീരരായ പോരാളികളുടെ രക്തമുണ്ട്. ആ പോരാട്ടങ്ങളിൽ പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടിയ അനേകം ധീര വനിതകളുമുണ്ട്. ചരിത്രത്തിൽ ഇടം നേടാതെ പോയ അനേകം ധീര രക്തസാക്ഷികളുമുണ്ട്. അത്തരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യമായി ആയുധമെടുത്ത ധീര വനിതയാണ് കിറ്റൂറിലെ റാണി ചെന്നമ്മ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ധീര വനിതയെ കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചുമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. 1600-ൽ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ ക്രമേണ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറി. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യൻ സമൂഹം അടിച്ചമർത്തലുകളുടെയും പീഡനങ്ങളുടെയും നാളുകളിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. ഒട്ടേറെ പേരുടെ ജീവത്യാഗവും പ്രയത്നവുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ധീരദേശാഭിമാനികളുടെ പോരാട്ടങ്ങളുടെ കഥയാണ്.
എന്നാൽ ഈ ചരിത്രത്തിൽ അർഹമായ പ്രാധാന്യം ലഭിക്കാതെ പോയ ചില ഏടുകളുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ വിരോചിതമായി പോരാടിയ ധീര വനിതകളുടെ കഥയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് പ്രാധാന്യം അർഹിക്കുന്നതും പരിവർത്തനാത്മകവുമായിരുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകാൻ ഒന്നിച്ചു. ശ്രദ്ധേയമായ പ്രതിരോധ ശേഷിയും ദേശസ്നേഹവും പ്രകടിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപേ കിറ്റൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം അത്തരത്തിലുള്ള ഒരു ഇതിഹാസമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ വഹിച്ച അമൂല്യമായ പങ്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റാണി ചെന്നമ്മയെ പോലുള്ള പോരാളികളുടെ ധീരത നാം ഓർക്കണം. കർണാടകയിലെ കിറ്റൂർ എന്ന ചെറിയ നാട്ടുരാജ്യത്തിലെ രാജ്ഞിയായിരുന്നു റാണി ചെന്നമ്മ. 1824 ബ്രിട്ടീഷുകാരുടെ ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് കിറ്റൂർ എന്ന രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായി എരിയുന്ന തീജ്വാലയായി ബ്രിട്ടീഷുകാർക്കെതിരെ വാളെടുത്ത് പോരാടിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു കിറ്റൂർ റാണി ചെന്നമ്മ. കനത്ത നാശനഷ്ടങ്ങളും വേദനകളും മറികടന്ന് അവസാന നിമിഷം വരെ പോരാടി. അവരുടെ ധീരത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ്. ഈ പ്രക്ഷുബ്ധമായ യാത്രയിലുടനീളം സ്ത്രീകൾ അപാരമായ ധൈര്യവും ദൃഢനിശ്ചയവും ദേശസ്നേഹവും പ്രകടിപ്പിച്ചു. റാണി ചെന്നമ്മ ഒറ്റപ്പെട്ട ഒരു പോരാളിയായിരുന്നില്ല, മറിച്ച് അവരെ പോലെ സമരമുഖങ്ങളിൽ ജ്വലിച്ചു നിന്ന വനിതകളാണ് റാണി ചെന്നമ്മ, ഝാൻസി റാണി ലക്ഷ്മിബായ്, അരുണ ആസഫ് അലി, കസ്തൂർബ ഗാന്ധി, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രി തുടങ്ങി നിരവധി വിവിധ ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകാൻ ഒന്നിച്ചു. പേരെടുത്തവരും അല്ലാത്തവരുമായ ഒട്ടനവധി സ്ത്രീകളുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓരോ നിമിഷവും പോരാടിയ ഈ വനിതകളെയും നമ്മുടെ നാടിന്റെ അഭിമാനമായ റാണി ചെന്നമ്മയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓരോ നിമിഷവും പോരാടിയ എല്ലാ ധീര വനിതകളെയും ആദരവോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാന്യസദസ്സിന് വന്ദനം. ഞാൻ കാർമൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഏഴാം ക്ലാസ് D ഡിവിഷനിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്റെ വീരതയ്ക്കും ദേശഭക്തിക്കുമായി പേര് കുറിച്ച ഒരു വീരരാജ്ഞിയെ കുറിച്ചാണ്. കിട്ടൂരിന്റെ വനിതാ പുലിയായ കിട്ടൂർ റാണി ചെന്നമ്മ. 1778 വർഷം കർണാടകയിലെ കാകട്ടി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ചെന്നമ്മയുടെ ജനനം. ബാല്യകാലം മുതലേ വാൾപ്പയറ്റ്, അമ്പെയ്ത്ത്, കുതിരസവാരി തുടങ്ങിയ യുദ്ധകലകളിൽ പ്രാവീണ്യം നേടി. 15 വയസ്സിൽ തന്നെ കിറ്റൂർ രാജ്യത്തിന്റെ മഹാരാജാവായ മല്ലസർജ ദേശായിയെ വിവാഹം കഴിച്ചു. അതോടെ തന്നെ കിട്ടൂർ രാജ്യത്തിന്റെ രാജ്ഞിയായും മാറി. കുറച്ചു നാളുകൾ കഴിയെ മല്ലസർജ ദേശായി മരിക്കുകയുണ്ടായി. അപ്പോൾ ആ രാജ്യത്തിന് പുതിയ രാജാവായി വന്നത് റാണി ചെന്നമ്മയുടെ ദത്തെടുത്ത പുത്രനായ ശിവലിംഗപ്പയാണ്. പക്ഷേ ആ കാലം 1600കളിൽ നിന്ന് കച്ചവടത്തിനായി ഇവിടെ വന്ന ബ്രിട്ടീഷ് അവരുടെ വ്യാപനം കൂട്ടുന്ന കാലമായിരുന്നു. ആ സമയത്ത് അവർക്കൊരു നിയമം ഉണ്ടായിരുന്നു, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന്. ഈ നിയമപ്രകാരം ഒരു ദത്തെടുത്ത പുത്രന് ഒരു രാജ്യത്തിന്റെ രാജാവാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടൂർ സാമ്രാജ്യം രാജാവില്ലാത്തൊരു രാജ്യമായി. ഈ ദുർബലം മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് കിട്ടൂരിനെ കീഴടക്കാൻ വന്നു. പക്ഷേ റാണി ചെന്നമ്മ വിട്ടുകൊടുത്തില്ല. ആദ്യം സമാധാനപരമായ വഴികൾ പരീക്ഷിച്ചു നോക്കി. കത്തെഴുതുകയും സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും നടന്നില്ല. അപ്പോൾ ചെന്നമ്മ തന്റെ ഒറ്റ വാളും ഒറ്റ പിന്തുണയുമില്ലാതെ തന്റെ കുറച്ചു പട്ടാളക്കാരെയും കിട്ടൂരിന്റെ ജനങ്ങളെയും കൊണ്ട് യുദ്ധത്തിനിറങ്ങി. ആദ്യം ചെന്നമ്മ വിചാരിച്ചതുപോലെ ബ്രിട്ടീഷ് മേജറുകളായ സെന്റ് ജോൺ തെക്കേരിയെയും മോറിസണെയും വധിച്ചു. പക്ഷേ അന്ന് ചിലപ്പോൾ വിധി അവർക്ക് എഴുതി വെച്ചത് വേറെ കഥയായിരിക്കാം. ബ്രിട്ടീഷ് പുനർനിർമ്മാണം ആരംഭിച്ചു.
വലിയ പടകളെയും സേനകളെയും കൊണ്ടുവന്നു. റാണി ചെന്നമ്മയുടെ 2 മന്ത്രികൾ ചെന്നമ്മയെ ചതിച്ചു. അങ്ങനെ കിട്ടൂർ കോട്ട ചുറ്റിവളയ്ക്കപ്പെട്ടു. കോട്ട പിടിക്കപ്പെട്ടു. പക്ഷേ റാണി ചെന്നമ്മ അവസാന നിമിഷം വരെ അണയാത ദീപമായി പോരാടി. ചെന്നമ്മ ജയിൽവതിയായി. ജയിൽവതിയായ ചെന്നമ്മ 1829 തന്റെ അവസാന ശ്വാസമെടുത്ത് ലോകത്തോട് വിട പറഞ്ഞു. ഇന്ത്യ ചെന്നമ്മയെ ഇന്നും ധൈര്യത്തിന്റെയും ദേശഭക്തിയുടെയും ഒരു വനിതാ പ്രതീകമായി ഓർക്കുന്നു. 200 വർഷമായും ചെന്നമ്മയുടെ ഈ വീരകാലടി ഇന്ത്യ മറന്നിട്ടില്ല. സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിന് തികച്ചും 33 വർഷം മുമ്പാണ് ചെന്നമ്മ ഈ സ്വർണ്ണ കാലടി എടുത്തു വെച്ചത്. ആ കാലത്ത് സ്ത്രീകൾ യുദ്ധവും യുദ്ധഭൂമിയും രാജഭരണവും കൈകാര്യം ചെയ്യുന്നത് വളരെ അപൂർവമായിരുന്നു. കുറെ അനീതികളെയും വേദനകളെയും മറികടന്ന് ചെന്നമ്മ പോർക്കളത്തിലേക്ക് വന്നു. റാണി ചെന്നമ്മ ഇനി വന്ന ഝാൻസി റാണി, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നീ വനിതാ പുലികൾക്ക് നൽകിയത് വലിയൊരു പ്രചോദനമാണ്. റാണി ചെന്നമ്മ അധികാരം നേടാനോ പ്രശസ്തി നേടാനോ അല്ല പോരാടിയത്. മറിച്ച് സ്വന്തം രാജ്യത്തിന്, സ്വന്തം ജനങ്ങൾക്ക്, സ്വന്തം മണ്ണിന് സ്വാതന്ത്ര്യം നേടിത്തരാനും അവരുടെ രാജ്യത്തെ വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പോരാടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതുപോലെ അണയാത്ത ദീപങ്ങളായി കുറേ സ്ത്രീകൾ കത്തി നിൽക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി, അരുണ ആസിഫ് അലി, ഝാൻസി റാണി തുടങ്ങിയ ദേശീയ നേതാക്കൾ മുതൽ കേരളത്തിലെ വി കുട്ടിമാളു അമ്മ, ആനി മസ്ക്രിൻ, അക്കമ്മ ചെറിയാൻ തുടങ്ങിയ പ്രാദേശിക നേതാക്കളും ഇതിന് മുൻഗണന നൽകി. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പ്രാദേശിക നേതാക്കളെ ജയിൽവതിയാക്കിയപ്പോൾ ആ സമരത്തിന് എഴുന്നേറ്റ് നടത്തി. സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറും. ഗാന്ധിജിയുടെ ഓരോ അഹിംസാ സമരങ്ങളിലും ഓരോ സ്ത്രീകളുടെ പങ്കുണ്ട്. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് 1857 ഞാൻ ഝാൻസിയെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഝാൻസി റാണി അവരുടെ പടകളെയും കൂട്ടി അണയാത്ത അഗ്നിയായി ബ്രിട്ടീഷിന് മുമ്പിൽ നിന്നു. ഈ സ്ത്രീകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ ഒരിക്കലും ദുർബലത്തിന്റെ പ്രതീകമല്ല, മറിച്ച് ധൈര്യത്തിന്റെ പ്രതീകമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം എപ്പോഴും പോരാടണം. സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ അവകാശമാണ്. അത് സംരക്ഷിക്കുന്നത് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. പല ഗ്രാമങ്ങളിൽ നിന്നും, നാടുകളിൽ നിന്നും, സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന സ്ത്രീകളാണിവ. അടുക്കളയിൽ മാത്രം കിടക്കാവൂ എന്ന സ്ത്രീകളുടെ അനാചാരത്തെ തള്ളി മാറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്ത്രീകളാണ് സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി, ഝാൻസി റാണി എന്നിവരൊക്കെ. അവസാന നിമിഷം വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണം. അനീതിയെ എതിർക്കണം. സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അനീതിയെ എതിർത്ത് പോരാടാനുള്ള ധൈര്യം വേണം. നീതിക്ക് വേണ്ടി പോരാടണം. സ്വാതന്ത്ര്യം വഹിക്കുന്നത് മാത്രമല്ല, അതിനെ സംരക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനം നൽകുന്നു. നന്ദി, നമസ്കാരം. Good morning, dear judges. I'm Amana Khadija SK from 6A. So, I would rather die with glory than live in slavery. Rani Chennamma of Kittur. Respected judges, teachers, and my dear friends, these powerful words remind us of a woman of India whose courage lit the early flames of India's freedom struggle. Rani Chennamma, the brave queen of Kittur. Born in 1778 in Karnataka, she was known for her intelligence and fearless spirit. When the British East India Company tried to seize her kingdom under the unjust doctrine of lapse, she rose in defiance. With a small army, she fought the earliest battles against the British rule long before the revolt on 1857. Though she was eventually captured, her bravery became a symbol of resistance across India. Rani Chennamma's spirit lived on to other great women like Rani Lakshmibai, Sarojini Naidu, Kasturba Gandhi, Vijayalakshmi Pandit, and other unsung countless heroines of India who led marches, inspired revolts, and endured the imprisonment for the sake of freedom. Their struggles remind us that women were not just supporters, they are the leaders of the Indian freedom struggle. They shattered barriers, they stood against injustice and proved that love for the motherland is stronger than fear or oppression. When women were meant for the kitchen, from the kitchen to the front of the battles for the country, they gave the beacon to today's generation with courage, effort, spirit, and the right to fight for freedom.
Let us salute Rani Chennamma and other great women of India who inspire us to stand tall for truth and justice. Thank you. നമസ്കാരം, എൻ്റെ പേര് റബേക്ക മറിയം ചാക്കോ. ഞാൻ 6Aയിൽ പഠിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവനിതകൾ എന്ന് നാം ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി തന്നെയാണ്. എന്നാൽ അതിനും 3 ദശാബ്ദങ്ങൾ മുമ്പ് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരു ധീര വനിതയുണ്ടായിരുന്നു. കർണാടകയിലെ കിട്ടൂരിലെ റാണി ചെന്നമ്മ. ഇതുപോലുള്ള നിരവധി ധീര വനിതകൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ മറഞ്ഞുകിടക്കുന്നു. ബ്രിട്ടീഷുകാരുടെ മേൽ റാണി ചെന്നമ്മ നേടിയ വിജയത്തിൻ്റെ 200ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയമാണ് റാണി ചെന്നമ്മയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്കും എന്നുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യവും നേതൃത്വവും വളരെ വലുതായിരുന്നു. അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് അന്നുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുരുഷ മേധാവിത്വത്തെയും മറികടന്ന് അവർ തങ്ങളുടേതായ വ്യക്തിമുദ്ര ചരിത്രത്തിൽ പതിപ്പിച്ചു. 15ാം വയസ്സിൽ കിട്ടൂർ രാജാവിൻ്റെ പത്നിയായ ചെന്നമ്മ യുവതിയായപ്പോൾ തന്നെ വിധവയാകുകയും വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ മകൻ്റെ മരണത്തിന് സാക്ഷിയാകേണ്ടിയും വന്നു. ഡൽഹൌസിയുടെ ദത്തബഹാര നയം മൂലം കിട്ടൂരിൻ്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ പിടിയിലായി. ഇതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ റാണി ചെന്നമ്മയുടെ നേതൃത്വത്തിൽ ഗറില്ലാ യുദ്ധമുറകൾ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ അവർ മുട്ടുകുത്തിച്ചു. ലഭ്യരായ ബ്രിട്ടീഷുകാർ പിന്നീട് ഒരു വൻ സന്നാഹത്തോടെ കിട്ടൂരിനെ ആക്രമിക്കുകയും റാണിയെ തടവിലാക്കുകയും അതിലൂടെ റാണി ചെന്നമ്മയുടെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. വിധവയായ റാണിയുടെ ചെറുത്തുനിൽപ്പ് കർണാടകയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു പ്രചോദനമായി. എന്നേക്കാൾ ഉയരത്തിൽ നിന്നവൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തൻ്റെ നിഴലും കരുത്തുമായിരുന്ന കസ്തൂർബ ഗാന്ധി 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ഏതാണ്ട് 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ശിവഗംഗയിലെ റാണി വേലുനാച്ചിയാർ. ബ്രിട്ടീഷുകാരുടെ മേൽ ഒരു തീ ഗോളമായി പതിച്ച റാണിയുടെ സേനാനായിക വീരമംഗൈ കുയിലി. പ്രമുഖ നേതാക്കന്മാർ തടവിലായിരുന്നപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം മുന്നോട്ട് നയിച്ച അരുണ ആസിഫ് അലി. അണികളിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായി രഹസ്യമായി കോൺഗ്രസ് റേഡിയോയ്ക്ക് ചുക്കാൻ പിടിച്ച ഉഷ മെഹ്ത എന്നിങ്ങനെയുള്ള നിരവധി ധീര വനിതകൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ കാര്യമെടുത്താലോ? തിരുവിതാംകൂറിന്റെ രാജവീഥികളിലൂടെ നീങ്ങിയ ജാതിക്കു നേരെ നിറയൊഴിക്കാൻ തുനിഞ്ഞ കേണൽ വാട്സന്റെ കുതിരപ്പടയ്ക്കു മുന്നിൽ നിവർന്നു നിന്ന് ഞാനാണ് നേതാവ്, എൻ്റെ നെഞ്ചിൽ വെടിയുതിർത്തിട്ട് മുന്നോട്ടു പോയാൽ മതി എന്ന് പ്രഖ്യാപിച്ച അക്കമ്മ ചെറിയാൻ. ഇവരില്ലാത്ത ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മൾക്ക് സങ്കല്പിക്കാൻ കൂടി സാധിക്കില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വനിതകൾ വരെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവയിൽ ഒരാളാണ് ആനി ബെസന്റ്. പണ്ടൊക്കെ വനിതകൾ ബഹിഷ്കരണത്തിനും പിക്കറ്റിങ്ങിനുമായിരുന്നു പങ്കാളികളായത്. എന്നാൽ സരോജിനി നായിഡു പോലുള്ള പ്രമുഖ നേതാക്കളുടെ പ്രേരണ മൂലം വനിതകൾ വ്യാപകമായി ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങളിൽ പങ്കെടുക്കുവാനായി തുടങ്ങി. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്കൊരാശയം വ്യക്തമാണ്. വനിതകൾ വെറുതെ സമരങ്ങളിൽ പങ്കെടുക്കുകയല്ല, സമരത്തിന്റെ ദിശ മാറ്റിമറിക്കുന്നതിൽ വരെ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്നു. തുല്യ അവസരങ്ങളുടെയും തുല്യനീതിയുടെയും തുല്യ പ്രാതിനിധ്യത്തിൻ്റെയും സ്വരങ്ങൾ ഇന്നുയരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ ധീര വനിതകൾ നൽകിയ സംഭാവനകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവിലേക്ക് ഓരോ ഭാരതീയനും എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാന്യസദസ്സിന് നമസ്കാരം. എൻ്റെ പേര് ഐറ മറിയം. ഞാൻ കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കേവലം ഒരു ചരിത്ര കഥാപാത്രത്തെക്കുറിച്ചല്ല, മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാല ആളിക്കത്തിച്ച വനിതാ നേതാവായ കിട്ടൂരിലെ റാണി ചിന്നമ്മയും ഇന്ത്യയുടെ മറ്റ് വനിതാ നേതാക്കളെക്കുറിച്ചും ഒരു ലഘുപ്രസംഗം അവതരിപ്പിക്കുവാനാണ്. 1778 ഇന്നത്തെ കർണാടക ജില്ലയിലെ ഒരു നാട്ടുരാജ്യമായ കിട്ടൂരിലെ രാജ്ഞിയായിരുന്നു റാണി ചിന്നമ്മ. 1824 ബ്രിട്ടീഷുകാർ ഇന്ത്യ സ്വന്തം കൈപ്പടയിലൊതുക്കാൻ വെമ്പൽ കൊണ്ടപ്പോൾ കിട്ടൂരിലെ റാണി ചിന്നമ്മ അവർ തൻ്റെ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ശക്തമായി പോരാടി. കിട്ടൂരിലെ റാണി ചിന്നമ്മ കേവലം ഒരു രാജ്ഞി മാത്രമായിരുന്നില്ല, മറിച്ച് അവർ ആയോധന കലകളിലും യുദ്ധതന്ത്രങ്ങളിലും പരിശീലനം നേടിയ ഒരു തികഞ്ഞ യോദ്ധാവ് കൂടിയായിരുന്നു. ഏകദേശം 20,000-ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികർക്കെതിരെ അവർ തന്റെ സൈന്യത്തെ മുന്നിൽ നിന്നും തന്നെ നയിച്ചു. ആയതിനാൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ നേടുന്ന ആദ്യ സായുധ വിജയമായിരുന്നു അത്. യുദ്ധത്തിൽ അവർ ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള ആളുകളെ തങ്ങളുടെ കൈപ്പടയിൽ ഒതുക്കി യുദ്ധത്തിൽ മേൽക്കൈ നേടിയെങ്കിലും പിന്നീട് ആരോഗ്യം ഒറ്റുകൊടുത്തത് മൂലം അവർ തടവിലാക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും അവർ യുദ്ധത്തിൽ ഉണ്ടാക്കിയ ഓളങ്ങൾ വരും തലമുറകളെ, പ്രത്യേകിച്ച് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയെ ഒരുപാട് പ്രചോദിപ്പിക്കുകയും ചെയ്തു. കിട്ടൂരിലെ റാണി ചിന്നമ്മ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്ത്രീകളുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നാം ഓരോരുത്തരെയും എടുത്തു കാണിക്കുന്നതാണ്. സ്ത്രീകൾ അക്കാലത്ത് കേവലം സഹായികൾ മാത്രമായിരുന്നില്ല, മറിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ അവർ സേനാനികളും സമരനായകന്മാരും ആസൂത്രകരും കൂടിയായിരുന്നു. റാണി ചിന്നമ്മ, ബീഗം ഹസ്രത് മഹൽ തുടങ്ങിയ വനിതാ നേതാക്കൾ പരമ്പരാഗത വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് യുദ്ധത്തിൽ ഇറങ്ങുകയും തങ്ങളുടെ സൈന്യങ്ങളെ പോർക്കളത്തിൽ മുന്നിൽ നിന്നും തന്നെ നയിക്കുകയും ചെയ്തു. കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു തുടങ്ങിയ വനിതാ നേതാക്കൾ മഹാത്മാഗാന്ധിയോടൊപ്പം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തു. ഉപ്പു സത്യാഗ്രഹ കാലത്ത് അവർ തങ്ങളുടെ പരമ്പരാഗത വസ്ത്രശൈലി ഉപേക്ഷിച്ച് യുദ്ധക്കളത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. മാത്രവുമല്ല, അരുണ ആസഫലിയെ പോലുള്ള വനിതാ നേതാക്കൾ ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാന കാലത്ത് പുരുഷ നേതാക്കന്മാർ തടവറയിലായപ്പോൾ അണ്ടർഗ്രൗണ്ട് റേഡിയോ തുടങ്ങിയ രഹസ്യ പ്രവർത്തനങ്ങൾ മൂലം സ്വാതന്ത്ര്യ സമരത്തെ സജീവമാക്കി നിലനിർത്തി. അവരുടെ പ്രവർത്തനങ്ങളാണ്, ഇവരുടെ ഈ വനിതകളുടെ ശക്തമായ പ്രവർത്തനങ്ങളാണ് സ്വാതന്ത്ര്യത്തെ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റിയത്. പണ്ഡിത രമാഭായിനെ പോലുള്ള വനിതാ നേതാക്കൾ അക്കാലത്തുണ്ടായിരുന്ന സാമൂഹിക സമത്വത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. റാണി ചിന്നമ്മയും ഇതുപോലെ തന്നെയുള്ള മറ്റു വനിതാ നേതാക്കളും തങ്ങളുടേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ മായാത്ത ലിപികളാൽ എഴുതപ്പെട്ടതാണ്. നാം ഏവരും ചരിത്രം പഠിക്കുമ്പോൾ റാണി ചിന്നമ്മ അതുപോലെ തന്നെയുള്ള മറ്റ് അനേകം വനിതാ നേതാക്കളുടെയും പ്രവർത്തനങ്ങളെ പാഠമായി നാം കരുതണം. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം പുരുഷന്മാരും സ്ത്രീകളും എന്ന യാതൊരു ഭേദവുമന്യേ അവർ നടത്തിയ കൂട്ടമായ പോരാട്ടത്തിന്റെ ഫലമാണ് എന്ന് നാം ഇപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമസ്കാരം, എൻ്റെ പേര് നിധി പി എ, തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഒരിക്കൽ ചന്ദ്രശേഖർ ആസാദ് പറയുകയുണ്ടായി, ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ രക്തം ശോഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. അതെ, ഇന്ത്യയുടെ മടിത്തട്ടിൽ വളർന്ന ഇന്ത്യയുടെ മക്കളാണ് നമ്മൾ. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമായി അധിനിവേശത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്നു. ഗാന്ധിജിയുടെ, നെഹ്റുവിന്റെ, സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചപ്പോൾ നൂറ്റാണ്ടുകളുടെ അടിമത്വത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പുരുഷ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നാം സംസാരിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളുടെ ത്യാഗത്തിന്റെയും പോരാട്ട വീരത്തിന്റെയും രാഷ്ട്രീയ വിജ്ഞാനത്തിന്റെയും എണ്ണമറ്റ കഥകൾ ഏറെയുണ്ട് നമുക്ക് പറയാം. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ സ്ത്രീകൾ സാമൂഹ്യ മാനദണ്ഡങ്ങളിൽ നിന്നും സ്വതന്ത്രരാകുകയും അവർ വിവേചനപരമായ ആചാരങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസം, വിധവ പുനർവിവാഹം, ശൈശവ വിവാഹം, സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള നില, വില എന്നിവയ്ക്ക് വേണ്ടി ആദ്യകാല പരിഷ്കർത്താക്കളും ആക്ടിവിസ്റ്റുകളും മുന്നോട്ട് വരുവാനായി തുടങ്ങി. അങ്ങനെ സ്ത്രീ
സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പൊൻതൂവലായി മാറുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾ മാറ്റത്തിന്റെ നിശബ്ദ ശില്പികളാണ്. അവരുടെ പ്രതിരോധ ശേഷി, ത്യാഗം, അജേയമായ ആത്മാവ് എന്നിവയാൽ ഒരു വിമോചന രാഷ്ട്രത്തിന് അടിത്തറ പാകി. അരുണ അസഫ് അലി, സരോജിനി നായിഡു, റാണി ഗൈഡിലു, ഇന്ദിരാഗാന്ധി തുടങ്ങിയവർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളാണ്. ഇവിടെ ഞാൻ ഓർക്കുന്നത് ധീരതയുടെയും പോരാട്ട വീരത്തിന്റെയും പ്രതീകമായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ്. കിറ്റൂർ റാണി ചെന്നമ്മ. കിറ്റൂർ പ്രദേശത്തിന്റെ രാജ്ഞിയായ അവർ 1824 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായുധ കയാടത്തെ നയിച്ചിരുന്നു. അതിലൂടെ തന്നെയാണ് റാണി ചെന്നമ്മ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാന പങ്കാളിയായി മാറിയത്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ത്യയുടെ വികസനം എന്നത് സ്ത്രീകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും തുല്യ പരിഗണനയും നൽകാൻ പരിശ്രമിച്ചു. ഇന്നത്തെ പല മേഖലകളിലും കരുത്തുറ്റ വനിതാ പ്രാതിനിധ്യം സ്ത്രീകളുടെ ദുരിതപൂർണമായ ജീവിതത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവയാണ്. ഒരിക്കൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയുടെ പൊൻതൂവലാണ്. വെടിയുണ്ടകളെ പോലും ഭയക്കാതെ തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സ്ത്രീ വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ ഇന്നും വർദ്ധിച്ചു വരികയാണ്. കാമക്രോധ കണ്ണുകളാൽ ഉറ്റുനോക്കുന്ന നരഭോജികളുടെ കണ്ണുകളിൽ നിന്ന് നാം വളർന്നു വരുന്ന പിഞ്ചോമനകളെ മുക്തരാക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തെ നാം ഉദ്ധീകരിക്കണമെങ്കിൽ ഇന്ന് നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സ്ത്രീകൾ ശബ്ദമുയർത്തിയേ മതിയാവുകയുള്ളൂ. ആറ്റൂരിന്റെ വരികളിൽ പറയുന്നുണ്ട്, പുറപ്പെട്ടയിടത്ത് നിന്നൊരായിരം ഘാതം നടന്നിട്ടും പുറപ്പെട്ടയിടത്തു തന്നെയാണവൾ. പ്രിയപ്പെട്ടവരെ, ഝാൻസി റാണിക്ക് മുൻപ് വാളെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ റാണി ചെന്നമ്മയെ പോലെയുള്ള സ്ത്രീ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ ഇനിയും ഉയർത്തെഴുന്നേൽത്ത് വരണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ആര്യ ബിരാജ്. ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദരണീയരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രൂപങ്ങൾ ആരുടേതാണ്? മഹാത്മാ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഭഗത് സിംഗിനെയും പോലെയുള്ള ധീര പുരുഷന്മാരുടേതായിരിക്കാം. എന്നാൽ ത്യാഗത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാളേന്തി നിന്ന ഒരു പറ്റം സ്ത്രീ രത്നങ്ങളെ നാം വിസ്മരിച്ചുകൂടാ. അത്തരം പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകിയ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തന്റെ ശബ്ദം ഉയർത്തിയ, എന്നാൽ ചരിത്ര താളുകളിൽ അധികം ഇടം നേടാതെ പോയ ഒരു ധീര വനിതയാണ് കിത്തൂരിലെ റാണി ചെന്നമ്മ. ഝാൻസി റാണിക്കും 3.5 പതിറ്റാണ്ട് മുൻപേ 1824 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദത്തവകാശ നിരോധന നിയമത്തിനെതിരായി ശബ്ദമുയർത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു കർണാടകയുടെ ഈ വീരപുത്രി. ഭർത്താവും മകനും മരിച്ചപ്പോൾ കിത്തൂർ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത റാണി ചെന്നമ്മ ദത്തുപുത്രനെ രാജാവായി അംഗീകരിക്കാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് അധികാരികളോട് ഇപ്രകാരം സിംഹത്തെ പോലെ ഗർജിച്ചു: നിങ്ങൾക്ക് എന്തിന് ഞങ്ങൾക്ക് അപ്പം നൽകണം? നിങ്ങൾ എന്റെ സഹോദരനോ ബന്ധുവോ മിത്രമോ ആണോ എന്ന ഈ ചോദ്യം സാമ്രാജ്യത്വ ശക്തികൾക്ക് നേരെയുള്ള ഒറ്റയാൾ പോരാട്ടത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. തീർച്ചയായും അത് ഒറ്റയാൾ പോരാട്ടത്തിന്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, റാണി ചെന്നമ്മയുടെ നേതൃത്വത്തിൽ കിത്തൂർ സൈന്യം പിന്നീട് ബ്രിട്ടീഷ് സൈന്യത്തെ തുരത്തി. ബോംബെ പ്രസിഡൻസിയുടെ കളക്ടറായിരുന്ന മിസ്റ്റർ താക്കറയെ വധിക്കുകയും ചെയ്തു. റാണി ചെന്നമ്മ പടക്കളത്തിൽ കാഴ്ചവെച്ച ആത്മസമർപ്പണത്തിന്റെയും ധൈര്യത്തിന്റെയും പാഠങ്ങൾ പിന്നീട് വന്ന പല വനിതാ പോരാളികൾക്കും പാഠങ്ങളായി മാറി. റാണി ചെന്നമ്മ പിന്നീട് തടവിലാക്കപ്പെടുകയും ബൈൽഹോങ്കൽ കോട്ടയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരികയും ചെയ്തെങ്കിലും ഇന്നും ഇന്ത്യയുടെ മണ്ണിൽ നിന്നും റാണി ചെന്നമ്മയുടെ പോരാട്ട വീര്യം മാഞ്ഞു പോയിട്ടില്ല. റാണി ചെന്നമ്മയുടെ കഥ ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നത് പുരുഷന്മാർ മാത്രം നയിച്ച ഒരു പ്രസ്ഥാനവുമായിരുന്നില്ല. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുകയാണെങ്കിൽ ഒളിവിലും തെളിവിലും പ്രയത്നിച്ച, തന്റെ കുടുംബത്തെ പോലും രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിച്ച, ജീവൻ പോലും ബലിയർപ്പിച്ച അനേകം സ്ത്രീ ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡുവിനെ പോലെ പ്രസംഗ വേദികളിൽ അഗ്നി പടർത്തിയവരും
കസ്തൂർബ ഗാന്ധിയെ പോലെ ഗാന്ധിജിയുടെ സമരമുറകളിൽ ഉറച്ച് വിശ്വസിച്ചവരും ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവായ മാഡം ഭിക്കാജി കാമയെ പോലെ വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർത്തിയവരും ക്യാപ്റ്റൻ ലക്ഷ്മി സൈഹാളിനെ പോലെ ആസാദ് ഹിന്ദ് ഫൗജിൽ പട നയിച്ചവരും ഉഷാ മെഹ്തയെ പോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിൽ പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് റേഡിയോ എന്ന രഹസ്യ നിലയത്തിലൂടെ സമരവാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചവരെ പോലെ മാതാംഗിനി ഹസ്ത്രയെ പോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റിട്ടും ഇന്ത്യൻ പതാക താഴെ വീഴാതെ മുറുകെ പിടിച്ച് വീരചരമം പ്രാപിച്ചവരെ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും വീട്ടമ്മമാരും സഹോദരിമാരും പെൺകുട്ടികളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു എന്ന് നാം ഓർക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിലും നിയമലംഘന സമരത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും വിദേശ വസ്ത്ര ആക്ഷേപത്തിലും ഒക്കെ അവർ ഒന്നായി പങ്കുചേരുകയാണ് ഉണ്ടായത്. തീർച്ചയായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നട്ടെല്ല് സ്ത്രീകൾ തന്നെയാണ്. അവർ ജയിൽവാസവും കൂടാതെ ലാത്തിയടിയും പോലും തങ്ങളുടെ സമരഭൂമിയിലെ ധീരവേഷത്തെ കരുതി സഹിക്കുകയാണ് ഉണ്ടായത്. ആധുനിക സമരമുഖങ്ങൾ തൊട്ട് റാണി ചെന്നമ്മ വരെയും സ്ത്രീകൾ തങ്ങളുടെ രാജ്യസ്നേഹം തെളിയിച്ചു. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം മേൽപ്പറഞ്ഞ വീര വനിതകളുടെ ചോരയുടെ ചുവപ്പും വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും ഉപ്പും കൊണ്ടുകൂടി നേടിയെടുത്തതാണ് എന്ന് നാം ഓർക്കണം. ആ ധീരതയും പോരാട്ട വീര്യവും നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക. കൂടാതെ നാം എപ്പോഴും നമ്മുടെ രാജ്യത്തെ ശാക്തീകരിക്കാനും ഉത്ഥാനം ചെയ്യാനും മഹത്തരമാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരിക്കും എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് അവർക്ക് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ആദരം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാന്യസരസിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ അസ്ന ജയാർ, കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കിട്ടൂർ റാണി ചെന്നമ്മയെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിലാണ്. 1778 കിട്ടൂർ റാണി ചെന്നമ്മ കർണാടകയിൽ ജനിച്ചു. ചെറുപ്പം മുതലേ വളരെ ധൈര്യശാലിയും ജ്ഞാനീയമായ സ്ത്രീയായിരുന്നു അവർ. ശേഷം കിട്ടൂർ രാജാവിനെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന്റെ മരണശേഷം കിട്ടൂർ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. 1824 ബ്രിട്ടീഷുകാർ കിട്ടൂർ ജനങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ റാണി ചെന്നമ്മ തന്റെ സേനയുമായി ധൈര്യത്തോടെ പോരാടുകയും ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്ത്രീകളിൽ ഒന്നായി മാറി. റാണി ചെന്നമ്മയുടെ കഥ നമുക്ക് ധൈര്യം, സ്ത്രീശക്തി, ജനങ്ങളുടെ ക്ഷേമത്തിന് സമർപ്പണം എന്നിവയെല്ലാം പഠിപ്പിക്കുന്നു. റാണി ചെന്നമ്മയെ പോലുള്ള സ്ത്രീകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലെ വെറും പിന്തുണക്കാർ മാത്രമല്ല, മറിച്ച് നേതാക്കളും പ്രതിരോധികളുമാണ്. റാണി ചെന്നമ്മ മാത്രമല്ല, സർലാദേവി, ലക്ഷ്മിബായ്, ആനി ബസന്റ് പോലുള്ള സ്ത്രീകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ധൈര്യത്തോടെ പോരാടിയവരാണ്. ഇവരിൽ നിന്നെല്ലാം നാം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും ശക്തിയുണ്ട്, അവർക്കും സമൂഹത്തിന്റെ മാറ്റത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നതാണ്. അവസാനമായി ഞാൻ പറയുന്നത്, നമ്മളും അവരെ പോലെ ദേശസ്നേഹികളും ധൈര്യശാലികളുമായി വളരുക. അതാണ് എന്റെ ആദരവും. ഞാൻ എന്റെ വാക്കുകളിലൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ റീനു അബ്രഹാം, കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കിട്ടൂർ ചെന്നമ്മയും അതോടൊപ്പം ഇന്ത്യയിലെ മറ്റു വനിതകൾക്കും സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന പങ്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ പോകുന്നത്. അതെ, ആരായിരുന്നു റാണി ചെന്നമ്മ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ കർണാടകയിലെ കിട്ടൂർ എന്ന രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു റാണി ചെന്നമ്മ. തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ തന്റെ സ്വന്തം മകനായ ശിവലിംഗരുദ്ര 1824 മരണമടഞ്ഞപ്പോൾ ഒടുവിൽ തന്റെ ദത്തുപുത്രനായ ശിവലിംഗപ്പയെ അവർ കിട്ടൂർ രാജ്യത്തിന്റെ അടുത്ത ഭരണാധികാരിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ലോർഡ് ഡെൽഹൌസി പുറപ്പെടുവിച്ച ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാർ ആ കുട്ടിയെ കിട്ടൂർ രാജ്യത്തിന്റെ അടുത്ത ഭരണാധികാരിയായി അംഗീകരിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ പൊരുതുവാൻ മുന്നിട്ടിറങ്ങിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. അതെ, അവർ ബ്രിട്ടീഷുകാരോട് അവസാന നിമിഷം വരെയും പൊരുതി. ആദ്യത്തെ യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ധാരാളം ആയുധങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം പടയാളികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ധീരതയോടെ, ആത്മവിശ്വാസത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ അവർ പോരാടി. ആദ്യത്തെ യുദ്ധത്തിൽ വിജയിക്കുകയും ബ്രിട്ടീഷ് കളക്ടറായിരുന്ന ജോൺ താക്കറയെ വധിക്കുകയും ഒക്കെ ചെയ്തു. ഒപ്പം തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്ന 2 പേരെ അവർ ബന്ദികളാക്കുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ ജനറലായിരുന്ന ചാപ്ലിൻ വാക്കുമാറുകയും പിന്നീട് കൂടുതൽ പട്ടാളക്കാരുമായി വന്ന് അവരെ യുദ്ധം നടത്തി കീഴ്പ്പെടുത്തുകയുമായിരുന്നു.
അവസാന നിമിഷം വരെയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. എന്നാൽ എന്ത് സംഭവിച്ചു? ഇന്ന് നാം കിട്ടൂർ റാണി ചെന്നമ്മയ്ക്ക് അധികം പ്രാധാന്യം നൽകുന്നുണ്ടോ? അധികം കേൾക്കപ്പെടാത്ത ഒരു നാമമായി റാണി ചെന്നമ്മയുടെ പേര് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ അനേകം വനിതകളുണ്ട്. സരോജിനി നായിഡു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പുരുഷന്മാർ മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് ഗാന്ധിജി എത്തപ്പെടുമ്പോൾ അല്ല, സ്ത്രീകളും അതിലേക്ക് വേണം എന്ന് ശബ്ദമുയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇന്ത്യൻ വനിതയായ സരോജിനി നായിഡു. വനിതകൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ ധീരയായ ഒരു വനിതാ നേതാവായിരുന്നു സരോജിനി നായിഡു. ഒപ്പം തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിനായി ബ്രിട്ടീഷുകാരുടെ ഉപ്പ് പണ്ടകശാലയായ ദർശനയിലേക്ക് അവിടം സമാധാനമായി കീഴ്പ്പെടുത്താനായി ഗാന്ധിജി പോകുമ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ധീര വനിതയായിരുന്നു സരോജിനി നായിഡു. ഒപ്പം മറ്റു മറക്കാനാകാത്ത ഒരു വ്യക്തിയാണ് അരുണ ആസിഫ് അലി. അവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഇടയിൽ വെച്ച് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകുമ്പോഴേക്കും പിന്നീട് കോൺഗ്രസ് റേഡിയോയിലൂടെ അടക്കം മുന്നിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ നയിച്ച ധീര വനിതയായിരുന്നു അരുണ ആസിഫ് അലി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരവധി സമ്മേളനത്തിൽ പങ്കെടുത്തവർ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയാണ് നമുക്കേവർക്കും മറക്കാനാകാത്ത ഝാൻസി റാണി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ഭരണം നഷ്ടമായ മറ്റൊരു വ്യക്തിയായിരുന്നു അവർ. തന്റെ കുതിരപ്പുറത്തിരുന്ന് ധീരമായി പോരാടിയ ഝാൻസി റാണിയുടെ ആ പടം ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത വ്യക്തിയാണ്. മരണം വരെയും ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോട് പൊരുതിയ മറ്റൊരു വ്യക്തിയായിരുന്നു ഝാൻസി റാണി. അതോടൊപ്പം തന്നെ ബീഗം ഹസ്രത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്നു. തുടർന്ന് ബ്രിട്ടീഷിന്റെ അധീനതയിലുണ്ടായിരുന്ന ലക്നൗ അവർ കീഴ്പ്പെടുത്തുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതായി വന്ന് ഒടുവിൽ അവർക്ക് മുൻപിൽ പതറിപ്പോയ ഒരു വ്യക്തി കൂടിയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. എങ്കിൽ പോലും ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ലക്നൗ എന്ന സ്ഥലം കീഴ്പ്പെടുത്തുവാനായി അവർക്ക് സാധിച്ചു എന്നത് നാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിരവധി വനിതകൾ മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ. അതോടൊപ്പം തന്നെ സാധാരണ വനിതകൾ ധാരാളം പേർ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും നിയമലംഘന പ്രസ്ഥാനത്തിന്റെയും ഒക്കെ സമയത്ത് വിദേശ വസ്ത്രങ്ങൾ ശേഖരിച്ച് കത്തിച്ചു കളയുകയും വിദേശ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുകയും അവ വിൽക്കുന്ന കടകൾ അടപ്പിച്ചു കളയുകയും ഒക്കെ ചെയ്ത ധാരാളം നിരക്ഷരരായ നിരായുധരായ ധാരാളം വനിതകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും ഇന്ന് അർഹമായ പ്രസക്തി കിട്ടുന്നില്ല എന്നത് നാം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ ഇന്ന് കിട്ടൂർ റാണി ചെന്നമ്മയുടെ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് നാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അന്നുണ്ടായിരുന്ന വനിതകൾക്കൊക്കെ ഇന്ന് ചെറിയൊരു പങ്ക് അല്ലെങ്കിൽ ചെറിയൊരു പ്രസക്തി കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാം ഇനി ചെയ്യേണ്ടത് എന്താണ്? മറ്റൊന്നുമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന വനിതകൾക്കും പുരുഷന്മാരോടൊപ്പം തന്നെ അധികം പ്രസക്തി നാം കൽപ്പിക്കേണ്ടതുണ്ട്. അവരെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടതുണ്ട്. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മറക്കാനാകാത്ത വനിതകളുടെ പേരുകൾ നാം എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് ഇന്ന് പോരാടേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഒരു നവസമൂഹ നിർമ്മിതിയിലേക്ക് നമുക്ക് കുതിക്കാം. അതിന് ധീര സ്വാതന്ത്ര്യ സമര സേനാനികളായ വനിതകളെ നമുക്ക് മാതൃകയാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. ജനിച്ച ഭാരതം സമദ്വരായി ഭാരതം 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 സൂര്യരഥം തെളിക്കും മഹാതേജസേ ഉണർന്നാലും മഹായുഗങ്ങൾ തൻ സൂര്യരഥം തെളിക്കും
മഹാതേജസേ ഉണർന്നാലും പ്രപഞ്ച ജ്യോതിസേ ഉണർന്നാലും മാനവയജ്ഞഭൂമിയാ വന്ദ്യമാതാവേ 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 ആ വീരജവാന്മാർ പിറന്ന ഭൂമി പുണ്യഭൂമി വീരജവാന്മാർ പിറന്ന ഭൂമി പുണ്യഭൂമി അവർ ത്യജിച്ച ത്യാഗത്തിൻ ഫലം ഭാരതം നമുക്കെന്നും ജയഭാരതം അവർ ത്യജിച്ച ത്യാഗത്തിൻ ഫലം ഭാരതം നമുക്കെന്നും ജയഭാരതം ഇന്ത്യേ ജനകോടികളിൽ പ്രണാമം ഇന്ത്യേ ജനകോടികളിൽ പ്രണാമം 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 എത്രയും മുനിവരന്മാർ ജപിച്ച നാമം ഇന്ത്യക്കെന്നും മന്ത്രജപം എത്രയും മുനിവരന്മാർ ജപിച്ച നാമം ഇന്ത്യക്കെന്നും മന്ത്രജപം അദ്വൈതത്തിനും ഋദ്വൈതത്തിനും ഇന്ത്യക്കെന്നും പുണ്യജപം അദ്വൈതത്തിനും ഋദ്വൈതത്തിനും ഇന്ത്യക്കെന്നും പുണ്യജപം സംഗജത്വം സംവദത്വം സർവോ മനാംസി ജാനതാ ദേവഭാഗം യഥാ പൂർവേ സംജാനാനോ ഉപാസതേ സംഗജത്വം സംവദത്വം സർവോ മനാംസി ജാനതാ ദേവഭാഗം യഥാ പൂർവേ സംജാനാനോ ഉപാസതേ സാവിത്യ തീർത്ഥങ്ങളാടി നിൽക്കും സംഗീതഭൂവിൻ ഭൂമക്കൾ പാടുന്നു സാവിത്രി തീർത്ഥങ്ങളാടി നിൽക്കും സംഗീതഭൂവിൻ ഭൂമക്കൾ പാടുന്നു 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 ക്ഷിമിതന്ധർമ്മധരണി വനി ശ്യാമ പക്ഷികൾ പാടുന്നു ക്ഷിമിതന്ധർമ്മധരണി വനി ശ്യാമ പക്ഷികൾ പാടുന്നു 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 അമ്മേ ഭാരതാംബേ അമ്മേ ഭാരതാംബേ ഭാരതമാതാവേ 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 സിന്ധു ഗംഗാ തീരത്തിൽ വിന്ധ്യ ഹിമാചല ശൃംഗത്തിൽ മാമുനിമാരവ തപസ്സിരുന്നു മാനവനേകിയ സംസ്കാരം പുതിയൊരു ജീവിത സംസ്കാരം ഭാരത സംസ്കാരം ഭാരത സംസ്കാരം സിന്ധു 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 ഗംഗേ ഗംഗ ഗംഗ ഗംഗേ യമുനേ യമുന യമുന യമുനേ ഗോദാവരി കൃഷ്ണ കാവേരി ഗോദാവരി കൃഷ്ണ കാവേരി സിന്ധു ഗംഗ യമുനേ വരദേ ഗോദാവരി കൃഷ്ണ കാവേരി സിന്ധു ഗംഗ യമുനേ വരദേ ഗോദാവരി
ഹിമവാഹിനിയായി തീരുകയോ ഹിമവാന്റെ പുത്രികൾ നമ്മൾ നാടിന്റെ ധമനികൾ. ഹിമവാന്റെ പുത്രികൾ നമ്മൾ നാടിന്റെ ധമനികൾ. നമ്മൾ നാടിന്റെ ധമനികൾ. നമ്മൾ നാടിന്റെ ധമനികൾ. ബുദ്ധൻ അശോകൻ ബാപ്പുജി നെഹ്റു പിറന്ന നാടാണ്. സുഹൃത നാടാണ്. അദ്വൈതത്തിൻ വിത്തുകൾ പാകിയ ശ്രീശങ്കരനും വളർന്ന നാടാണ്. കലയുടെ കളിവീട് ഇതു കഥകളി തന്നാട്. കലയുടെ കളിവീട് ഇതു കഥകളി തന്നാട്. ആ മറന്നുവാൾ ഈ തറവാട്ടിൽ. പുലരിപ്പൂവുകൾ എത്ര വിരിഞ്ഞു കൊഴിഞ്ഞു പോയാലും നമ്മളിൽ നിന്നും നമ്മളെ മാറ്റാൻ മതങ്ങൾക്കാവില്ല. ജാതി മതങ്ങൾക്കാവില്ല. ജാതി മതങ്ങൾക്കാവില്ല. ജനഗണമനയൊന്നായി പാടി ഒരു ഹരമായി നാം മാറുമ്പോൾ ഭാരത ജനനി പുഞ്ചിരി തൂകി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വന്ദേ മാതര ഗാനമുണർന്നു ചിറകു വിരിച്ചു പറക്കുമ്പോൾ ഭാരത ശില്പികളായ മഹാന്മാർ നിരനിരയായി വരുന്നല്ലോ. സാരേ ജഹാൻ സേ അച്ഛാ പാടി ഭൂവിൽ പുളകം വിതറുമ്പോൾ ഉണർന്നെണീറ്റും രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമരധീരന്മാർ. സ്വാതന്ത്ര്യ സമരധീരന്മാർ. സ്വാതന്ത്ര്യ സമരധീരന്മാർ. വിക്രമാദിത്യ ജാലം ബുദ്ധദേവന്റെ ത്യാഗം അശോക ശാസന മന്ത്രം ഭാരതധർമ്മം. ഭാരതധർമ്മം. സത്യമേവ ജയതേ. സത്യമേവ ജയതേ. സത്യമേവ ജയതേ. സത്യമേവ ജയതേ. സത്യമേവ ജയതേ. പെയിന്റിംഗ് കോമ്പറ്റീഷൻ ആണ്. 2 തലത്തിലാണ് പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നത്. UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ. ഫസ്റ്റും സെക്കൻഡും പ്രൈസും അതിനോടൊപ്പം ക്യാഷ് പ്രൈസും നൽകുന്നതാണ്. 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ ടൈം. ഡിയർ സ്റ്റുഡൻസ്, പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെയിൻറ്റിംഗ് ഒക്കെ നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ജഡ്ജസ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് നല്ലപോലെ ജഡ്ജ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപക സുഹൃത്തുക്കളെ, റാണി ചിന്നമ്മ, കിട്ടൂർ റാണി ചിന്നമ്മയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന കൊല്ലത്തുള്ള സംഘടന കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കൂടെ സഹകരണത്തോടുകൂടി കേരളത്തിൽ അവതരിപ്പിക്കുന്ന കാര്യപരിപാടിയുടെ ആദ്യത്തെ ദിവസത്തെ ആദ്യ പരിപാടികളാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും കൊണ്ടാണ് ഈ 200-ാം വാർഷികാഘോഷ ചടങ്ങ്
പൂർത്തിയാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നാളെ നടക്കുന്ന കാര്യപരിപാടികളും സ്റ്റേജ് പ്രോഗ്രാംസാണ്. അത് ഭാരത് ഭവനിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ന് ഇതിൽ പങ്കെടുത്ത കുട്ടികളെല്ലാവരും പേരൻസുമായിട്ട് നാളെ വൈകുന്നേരം 4 മണിക്ക് ഭാരത് ഭവനിൽ എത്തി മനോഹരമായിട്ടുള്ള ആ ദൃശ്യവിരുന്നുകളിനു കൂടി സാക്ഷ്യം വഹിക്കണം എന്നുകൂടി ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് ഒരുപക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ കിട്ടൂർ ചിന്നമ്മയെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. കാരണം പ്രസംഗത്തിന് വേണ്ടിയിട്ട് തയ്യാറായി, പിന്നെ ചിന്നമ്മയെക്കുറിച്ച് നിങ്ങൾ കിട്ടാവുന്ന ഡാറ്റ മുഴുവൻ സംഭരിച്ചതിന് ശേഷമാണ് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ കാര്യപരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. മാത്സര്യ സ്വഭാവത്തോടു കൂടിയുള്ളൊരു പരിപാടിയായിരുന്നു ഇത്. ഈ സ്കൂളിലെ കുട്ടികൾ ഇതല്ലാതെ തന്നെ കലോത്സവങ്ങളിലുമൊക്കെ പങ്കെടുത്ത് മത്സരിക്കുന്നവരാണെന്ന് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നവരുമാണെന്നറിയാം. അപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന MPhil, PhD, PG കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, അതും കലാധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പറയാനുള്ളത്, നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് മാത്സര്യ സ്വഭാവത്തോടു കൂടി നമ്മൾ അല്ലേ, പരീക്ഷയ്ക്ക് എഴുതാൻ പോലും അങ്ങനെയാണ്. മാത്സര്യ സ്വഭാവത്തോടു കൂടി പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, കൂടുതൽ ജ്ഞാനം ആർജിക്കുന്നത്. അതുപോലെ തന്നെ മത്സര സ്വഭാവത്തോടു കൂടി മുന്നേറുമ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളിൽ പെർഫെക്ഷൻ നമുക്ക് നേടാനാവുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരു കലാപ്രവർത്തനം, സർഗസൃഷ്ടി, ഒരു ക്രിയേറ്റീവ് വർക്ക് ഒരു കുട്ടി ഒരു ദിവസം ചെയ്യുന്നത് അതേ പ്രവൃത്തി പിറ്റേ ദിവസം ചെയ്യുമ്പോൾ മൂഡനുസരിച്ചും വെതർ അനുസരിച്ചും ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചും പേരൻസുമായിട്ടുള്ള ഇടപെടലിന് ശേഷം ഇരിക്കുന്ന മൂഡനുസരിച്ചുമൊക്കെ ക്രിയേറ്റിവിറ്റിക്ക് വ്യത്യാസം വരും. ഞാനത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളിവിടെ കാണിച്ച ആവേശമാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്ന് നിങ്ങൾ എന്തായാലും മത്സര സ്വഭാവം ഉള്ളതുകൊണ്ട് 1-2 സ്ഥാനങ്ങൾ, പിന്നെ ചിലപ്പോൾ സ്പെഷ്യൽ മെൻഷൻ അവാർഡും ഉണ്ടാകും. പക്ഷേ അത് കിട്ടുന്ന ഓരോ വിഭാഗത്തിലും ആ കുട്ടികൾക്ക് മാത്രമല്ല മിടുക്കർ എന്നതിന് അർത്ഥം വരുന്നില്ല എന്ന് പറയാനാണ് ഇത് സൂചിപ്പിച്ചത്. അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്ത് 1-ാം സമ്മാനവും 2-ാം സമ്മാനവും കൈവരിച്ചവർ മാത്രം മിടുക്കരാണെന്നോ ഒരു സമ്മാനവും കിട്ടാത്തവർ മോശമാണെന്നോ അർത്ഥമില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ ആവേശം, ക്രിയേറ്റിവിറ്റിയിലുള്ള ആവേശം തുടർന്നും എല്ലാ മത്സര സ്വഭാവത്തോടു കൂടിയുള്ള പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ നിലനിൽക്കണം. കാരണം ഇന്ന് നിങ്ങളിവിടെ നടത്തിയ ഈ പെയിൻറ്റിംഗ് എല്ലാം രാജ്യം മുഴുവൻ കാണുന്ന രീതിയിൽ വെബ്സൈറ്റിലുമൊക്കെ ഞങ്ങൾ ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസംഗം അങ്ങനെ ഈ നമ്മുടെ രാജ്യം മുഴുവൻ താല്പര്യമുള്ളവർ കേൾക്കും എന്നുകൂടി അറിയിക്കുന്നു. ഈ മത്സര പരിപാടികളിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, നാളത്തെ പ്രതീക്ഷയുടെ അടയാളങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ മത്സരങ്ങൾ, പെയിൻറ്റിംഗ് കോമ്പറ്റീഷനും എലക്യൂഷൻ്റെയും മത്സര റിസൾട്ടാണ് ഞങ്ങളിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എലക്യൂഷൻ UP സെക്ഷൻ ദക്ഷിണ K നായർ, ഫസ്റ്റ് പ്രൈസ്. ക്യാഷ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസിന് ക്യാഷ് പ്രൈസ് ഉണ്ട്, 2000 രൂപ ആണ് ക്യാഷ് പ്രൈസ് ഉള്ളത്. ഓൾ ദി ബെസ്റ്റ്. ഹൈസ്കൂൾ സെക്ഷൻ ഫസ്റ്റ് പ്രൈസ് നിധി PA, സെക്കൻഡ് പ്രൈസ് റീനു എബ്രഹാം. എലക്യൂഷൻ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് എലക്യൂഷന് ആര്യ B രാജ്. ഹൈസ്കൂൾ സെക്ഷൻ ഫസ്റ്റ് പ്ലേസ് മൻഹ AR, സെക്കൻഡ് അഹല്യ RS. സ്പെഷ്യൽ മെൻഷൻ ശിവാനി S പ്രസാദ്. UP സെക്ഷൻ ഫസ്റ്റ് പ്രൈസ് നന്ദിത SS, സെക്കൻഡ് പ്ലേസ് നിയ S അനൂപ്. സ്പെഷ്യൽ മെൻഷൻ ചാർമി ചന്ദ്ര. എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്നും കൂടെ പറയട്ടെ, ക്യാഷ് പ്രൈസ് ഫസ്റ്റ് പ്ലേസ് 2000 രൂപയും സെക്കൻഡ് പ്ലേസ് 1000 രൂപയും സ്പെഷ്യൽ മെൻഷൻ 500 രൂപയാണ്, along with the certificate.